ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ചെമ്പനി പൂവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടി വിയിൽ വരുന്നതിന് മുന്നേ കഥ ചുരുക്കത്തിൽ അറിയുന്ന ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ ഇന്നലത്തെയൊക്കെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞാണല്ലോ. അപ്പോൾ ശ്രുതി സ്വപ്നം കണ്ട് ഉണർന്നു. ശ്രുതി എന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നു. അപ്പോൾ സത്യാവസ്ഥയൊന്നും പറയില്ല. അവൻ ഇങ്ങനെ അവർ രണ്ടാളും ഇതൊക്കെയാണെന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് കളിയും ചിരിയൊക്കെയായി ഇങ്ങനെ ചിരിക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മുടെ താഴെ ചന്ദ്രമതിയും രവി അച്ഛനും കിടക്കുന്നുണ്ടല്ലോ. ഈ ചിരി നമ്മുടെ ചന്ദ്രമതി കേൾക്കും. ചന്ദ്രമതിക്ക് ശ്രുതിയാണെങ്കിലും രാത്രി ഇങ്ങനെ ചിരിക്കുന്നത് കൊണ്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ ദേഷ്യം വരും. എന്നിട്ട് രവി അച്ഛനെ വിളിച്ചെണീപ്പിക്കും. ആദ്യം സച്ചിയുടെ റൂമിൽ നിന്ന് ചിരി കേട്ടു, ഇപ്പോൾ ശ്രീകാന്തിൻ്റെ റൂമിൽ നിന്ന് ചിരി കേട്ടു, പിന്നെ ഇപ്പോൾ ഇതാ ശ്രുതിയുടെ റൂമിൽ നിന്ന് ചിരി കേൾക്കുന്നു. ഇതെന്താ ഇവരിങ്ങനെ പാതിരാത്രി ഇങ്ങനെ ചിരിക്കാവോ എന്നൊക്കെ പറയും. ഇപ്പോൾ രവി അച്ഛൻ പറയും, അവരവരുടെ സന്തോഷങ്ങൾ പങ്കുവെച്ചോട്ടെ, അതിന് നിനക്കെന്നാ, വേണമെങ്കിൽ നമുക്കും ചിരിക്കാമെന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ നമ്മുടെ ചന്ദ്രമതി പറയും, പിന്നെ എനിക്ക് വട്ടല്ലേ ഈ നട്ടപ്പാതിരക്ക് ചിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചിരി ആയുസ് കൂടുന്ന പറഞ്ഞു കേട്ടെന്നൊക്കെ ഇങ്ങനെ രവി അച്ഛനും പറയും. അപ്പോൾ എന്നാൽ പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങൾ ടെറസിൽ പോയിട്ട് പൊട്ടിച്ചിരിക്കും എന്നിങ്ങനെ ചന്ദ്രമതി പറയും രവി അച്ഛനോട്. അങ്ങനെ ചന്ദ്രമതിക്ക് ശ്രുതിയാണെങ്കിലും കൂടെ ആ ചിരി, പാതിരാത്രിയുള്ള ചിരി ഇഷ്ടപ്പെട്ടില്ല. എന്നിട്ട് അങ്ങനെ പിന്നെ അവർ ചിരിക്കുന്നുണ്ടാവും. ചന്ദ്രമതിക്ക് ഇഷ്ടപ്പെടില്ല. ഇവരിങ്ങനെ നട്ടപ്പാതിരയ്ക്ക് ചിരിച്ചാൽ മതിയോ, ബാക്കിയുള്ളവർക്ക് ഉറങ്ങണ്ടേ, അതൊക്കെ ഇവർ ചിന്തിക്കണ്ടേ എന്നൊക്കെ ചന്ദ്രമതി പറയും. എന്നിട്ട് അതവിടെ കഴിയും, അവർ സീൻ അവിടെ കഴിയും. പിന്നെ രാവിലെ നമ്മുടെ രേവതി ഇങ്ങനെ പൂ കെട്ടിക്കൊടുക്കുകയാണ് കസ്റ്റമർക്ക്. എന്നിട്ട് അതുവഴി നമ്മുടെ ശ്രുതി നടന്നു വരുന്നുണ്ടാവും. എന്നിട്ട് ശ്രുതി ഇങ്ങനെ ചോദിക്കും, രേവതി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയോന്ന് ഇങ്ങനെ ചോദിക്കും. എന്താണെന്ന് ചോദിക്കും. അപ്പോൾ രേവതി പറയും, സാമ്പാറും ചട്നി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ദോശ ചുട്ട് തരാമെന്ന് ഇങ്ങനെ പറയും. അപ്പോൾ ശ്രുതി പറയും, നീ നമുക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട, എൻ്റെയും ശ്രുതിൻ്റെ കാര്യം നീ നോക്കണ്ട, ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾക്ക് ചെയ്യാനറിയാം, നീ ഒന്നും ചെയ്യണ്ട എന്നിങ്ങനെ പറഞ്ഞിട്ട് ശ്രുതി അങ്ങോട്ടേക്ക് പോകും. അത് രേവതിക്ക് അപ്പോൾ ഒന്നും മനസ്സിലായിട്ടൊന്നുമില്ല, എങ്കിലും കാര്യമാക്കിയില്ല. എന്നിട്ട് ശ്രുതി ഒരു കവറുണ്ട് കയ്യിൽ. എന്നിട്ട് ശ്രുതി അതുമായിട്ട് ആ കവർ ഡൈനിങ് ടേബിളിൽ വെച്ചിട്ട് അവൾ റൂമിലേക്ക് പോകും ശ്രുതിയെ വിളിക്കാൻ വേണ്ടിയിട്ട്. ആ സമയം അവൾ പോയിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ സച്ചി താഴേക്ക് ഇറങ്ങി വരും. അപ്പോൾ ഈ കവറാണ് ആദ്യം കാണുന്നത്. അപ്പോൾ കവറിലവൻ നോക്കും, 2 പൊതി ഇങ്ങനെ കാണും. എന്നിട്ട് അവൻ വിചാരിക്കും, രേവതിക്ക് കടയിൽ തിരക്കായതുകൊണ്ട് അവളിന്നൊന്നും ഉണ്ടാക്കി കാണില്ല, ഉണ്ടാക്കാൻ ടൈം കിട്ടിയില്ല, പക്ഷേ 2 എണ്ണല്ലേ കാണുന്നുള്ളൂ എന്ന് ഇങ്ങനെ വിചാരിക്കും. എന്നിട്ട് അവൻ തന്നെ ഇങ്ങനെ വിചാരിക്കലാണ്. സച്ചി വിചാരിക്കുമ്പോൾ ബാക്കി എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും, ഇതെനിക്ക് രേവതിക്കുള്ളതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് ഞാൻ എന്തായാലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് സച്ചി അതൊക്കെ പൊതിയൊക്കെ തുറന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കഴിക്കാൻ തുടങ്ങി. അവൻ മസാല ദോശയായിരുന്നു അത്. ആ സമയം മേലെ നമ്മുടെ ശ്രുതിയെ വിളിക്കുന്നുണ്ടാവും. ശ്രുതി വാ, ഒരു സർപ്രൈസ് ഉണ്ട്, വേഗം വാ, താഴെ പോകാൻ, ഡൈനിങ് ടേബിളിൻ്റെ അടുത്ത് വരെ വരണ്ടുള്ളൂ, വാ എന്നൊക്കെ പറയും. അപ്പോൾ ശ്രുതി ചോദിക്കും, എന്താ കാര്യം എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ശ്രുതി പറയും, അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സർപ്രൈസ് ആവുമോ, താഴെ വരെ വാ എന്നിങ്ങനെ കൊണ്ടുവരുന്നതിന് മുന്നേ നമ്മുടെ രേവതി അവിടെ എത്തും. രേവതി എത്തിയിട്ട് ഇങ്ങനെ ദോശ ചുട്ടുതരാമെന്ന് പറയുമ്പോഴാണ് രേവതി കാഴ്ച കാണുന്നത്. അപ്പോൾ ഇതെവിടെ നിന്നാണ് ഇത് കിട്ടിയെന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മുടെ സച്ചി പറയും, നീ എനിക്ക് വേണ്ടി വാങ്ങിയതല്ലേ എന്നൊക്കെ പറയും, എന്തായാലും നല്ല രസമുണ്ടെന്ന് പറയും. അപ്പോൾ ശ്രുതി പകുതിക്കുണ്ടാവും, ശ്രുതിയും ഇത് കാണുന്നുണ്ടാവും, ഈ കാഴ്ച കാണുന്നുണ്ടാവും. അപ്പോൾ എന്നിട്ട് ശ്രുതി വാങ്ങിയതാണ് ഇത് എന്നിങ്ങനെ രേവതി പറയും. അത് ശ്രുതിയും കേൾക്കുകയും ചെയ്യും. അപ്പോൾ ശ്രുതി ഇങ്ങനെ, നീ വാങ്ങിയതാണോ അവരൊന്ന് കഴിക്കുന്നത്, ഇത് കാണിക്കാനാണ് ഇനിയും കൊണ്ടുവന്നതെന്നൊക്കെ ഇങ്ങനെ ശ്രുതി ഇങ്ങനെ ചോദിക്കും. അപ്പോൾ നമ്മുടെ സച്ചിയാണെങ്കിൽ ഇത് അറിയാതെയാണ് അത് എടുത്തത് കേട്ടോ, അറിഞ്ഞിട്ടൊന്നുമല്ല. അപ്പോൾ രേവതിക്കുള്ള കാര്യം അറിയേണ്ട അടുത്തെന്ന് മനസ്സിലായി. പക്ഷേങ്കിൽ അതിനെ ചൊല്ലി അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ ശ്രുതി പറയും, ഇത് ചോദിച്ചിട്ടുണ്ട് കാര്യം എന്ന് പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങോട്ട് വരും. എന്നിട്ട് ചോദിക്കും, എടാ നിനക്കൊരു മാനേഴ്സ് ഇല്ല, ഇത് ആരാണ് ഇത് ആർക്കാണ് വാങ്ങിച്ചത് ചോദിക്കാതെയും പറയാതെയും നീ അങ്ങ് എടുത്ത് കഴിക്കലാ, ഇത് എനിക്കും ശ്രുതിക്കും വേണ്ടി വാങ്ങിയ മസാല ദോശയാണ്, നീ അങ്ങ് എടുത്ത് കഴിക്കലാണോ, ഒന്നും ചോദിക്കാതെയും പറയാതെയും എടുത്ത് കഴിക്കലാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും ശ്രുതി. അപ്പോൾ സച്ചി പറയും, ഇത് ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന കണ്ടു, ഡൈനിങ് ടേബിളിൽ പിന്നെ ആഹാരം ഇരിക്കുന്നുണ്ടല്ലോ, എല്ലാവരും ചോദിച്ചിട്ടാണോ, ആർക്കാന്ന് ചോദിച്ചിട്ടാണോ എല്ലാവരും എടുത്ത് കഴിക്കാറുള്ളത്, ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന കണ്ടുകൊണ്ട് ഞാൻ കഴിച്ചു, അത്ര തന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടേക്ക് എല്ലാവരും വന്നിരുന്നു കേട്ടോ ആ സമയം തന്നെ. അപ്പോൾ ശ്രീകാന്ത് ചോദിക്കും, എന്നാലും ഏട്ടാ ഇവിടെ വെച്ചത് ആർക്കാണെന്നെങ്കിലും ചോദിച്ചിട്ട് കഴിക്കായിരുന്നില്ലേ എന്ന് പറയും. ഒന്നും ചോദിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറയും. അപ്പോൾ സച്ചി പറയും, ഇതെന്താ ഉത്സവ പറമ്പോ, അവിടെ നിന്നൊരു അനൗൺസ്മെൻറ്റ് നടത്തും, വല്ല എന്തെങ്കിലും ചാവിയോ സ്വർണ്ണമാലയോ അങ്ങനെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നാട്ടുകാരെ ഇത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്, ഇതിൻ്റെ ആരാണെന്ന് വെച്ചാൽ ഇങ്ങോട്ട് വരണം എന്ന് പറയുന്ന പോലെ, ഞാനിവിടെ ഡൈനിങ് ടേബിളിൽ ഫുഡ് വെച്ചിട്ട് ഇവൻ്റെ ഉടമസ്ഥർ ആരാണ്, ഇങ്ങോട്ട് വരണം എന്ന് പറയാൻ പറ്റുമോ എനിക്ക് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് സച്ചി. അപ്പോൾ എന്നാലും നിനക്കൊരു മാനേഴ്സ് ഇല്ലല്ലോ സച്ചി എന്നിങ്ങനെ ശ്രുതിയും പറയും. അപ്പോൾ രേവതി പറയും, നീ ഈ പറഞ്ഞത് നിനക്കതുണ്ടോ എന്നിങ്ങനെ ചോദിക്കും ശ്രുതി. സച്ചി ഏട്ടൻ അത് അറിയാതെയാണ് കഴിച്ചത്,
അല്ലാതെ ഞാൻ വാങ്ങിച്ചതാണെന്ന് വിചാരിച്ചിട്ടാണ് സച്ചിയേട്ടൻ അത് കഴിച്ചത്. ഇനി നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വേഗം വേറെ പോയി 2 മസാല ദോശ കഴിച്ചിട്ട് വരാം, വാങ്ങിച്ചിട്ട് വരാം, അല്ലെങ്കിൽ സച്ചിയേട്ടൻ കഴിച്ചതിൻ്റെ പൈസ തരാം ഇങ്ങനെ പറയും. അപ്പോൾ രവി അച്ഛൻ നമ്മുടെ ചന്ദ്രമതി പറയും, ഇവനിത് മനഃപൂർവ്വം ചെയ്തതാണ്, പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതാണ്, ഇവന് ചോദിച്ചൂടെ എന്നൊക്കെ പറയും. അപ്പോൾ രവി അച്ഛൻ ഇതിൽ ഇടപെടും. എന്നിട്ട് പറയും, സച്ചി എന്താ ഇതിൽ ചെയ്ത് തെറ്റെന്താ, ഡൈനിങ് ടേബിളിൽ ഫുഡ് ഇരിക്കുന്നതുകൊണ്ട് അവനെടുത്ത് കഴിച്ചു, അവനത് അറിയാതെ കഴിച്ചതല്ലേ. ഇനി ശ്രുതിയോട് പറയും, ഇത് വാങ്ങുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കൂടെ വാങ്ങണമായിരുന്നു, ഇതിപ്പോൾ നിങ്ങൾക്ക് 2 കൂടെ വാങ്ങിയത് ഡൈനിങ് ടേബിളിൽ വെച്ച് കഴിഞ്ഞാൽ അറിയില്ലല്ലോ, നിങ്ങൾക്ക് 2 കൂടി മാത്രം വാങ്ങിയതാണെങ്കിൽ നിങ്ങളിത് റൂമിൽ പോയിട്ട് കഴിക്കണമായിരുന്നു, ഡൈനിങ് ടേബിളിൽ വെച്ച് കഴിഞ്ഞാൽ ആരായാലും അവർക്ക് വേണ്ടതെന്ന് വെച്ചിട്ട് കഴിക്കും, എല്ലാവർക്കും വേണ്ടി വാങ്ങുമല്ലേ വേണ്ടത്, 2 മാത്രമാണെങ്കിൽ റൂമിൽ പോയിട്ട് കഴിക്കണം എന്നിങ്ങനെ പറയും. ആ സമയം നമ്മുടെ വർഷ ഫോണിൽ കുത്തി കളിക്കുന്നുണ്ടാവും. അപ്പോൾ എന്നിട്ട് അവൾ പറയും, ആരും ഫുഡിന് വേണ്ടി കലഹം ഉണ്ടാക്കണ്ട, ഞാൻ എല്ലാവർക്കും കൂടെ ദോശ ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ രേവതി പറയും, അതൊന്നും വേണ്ട, ഞാനിവിടെ ദോശേൻ്റെ കൂട്ടുണ്ട്, ഞാൻ ഒരു 10 മിനിറ്റ് ചെയ്തതിന് എല്ലാവർക്കും ഉണ്ടാക്കി തരാമെന്ന് പറയും. അപ്പോൾ വർഷ പറയും, അതൊന്നും വേണ്ട ചേച്ചിക്ക് പൂക്കടയിൽ ഭയങ്കര തിരക്കല്ലേ, അങ്ങോട്ടേക്ക് പോയിക്കോ, ഞാൻ എല്ലാവർക്കും ഓർഡർ ചെയ്ത് കഴിഞ്ഞു, എല്ലാവർക്കും ഭയങ്കര വിശക്കുന്നുണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ ഭയങ്കര ഒച്ചപ്പാടുണ്ടാക്കുന്നതെന്ന് ഇങ്ങനെ പറയും. എന്നിട്ട് അങ്ങനെ പറഞ്ഞിട്ട് വർഷയും ശ്രീകാന്തും നമ്മുടെ അച്ഛനും കൂടി അങ്ങോട്ടേക്ക് പോകും. ബാക്കി എന്നിട്ട് അതിൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ സച്ചി ഇങ്ങനെ കൈ കഴുകാൻ പോകും കേട്ടോ, തിന്ന് കഴിഞ്ഞിട്ട്. എന്നിട്ട് കൈ കഴുകി തിരിച്ച് വരുമ്പം ഇതിൻ്റെ കാശ് എന്നിങ്ങനെ നമ്മുടെ സച്ചി പറയും. അപ്പോൾ കാശ് നീ കൊടുത്തോളണം, ഇവർക്ക് ശ്രുതി എത്രയാണെന്ന് പറഞ്ഞു കൊടുക്ക് എന്നിങ്ങനെ ശ്രുതി പറയും. അപ്പോൾ സച്ചി പറയും, കാശ് ഞാൻ തരില്ല, നീ പാർക്കിൽ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് രേവതി ഉണ്ടാക്കിയ ഫുഡല്ലേ എന്നും കൊണ്ടുവരുന്നത്, ഈ മസാല ദോശേൻ്റെ പൈസ കഴിച്ചിട്ട് ബാക്കി പൈസ ഇങ്ങോട്ടേക്ക് തരണം എന്നിങ്ങനെ സച്ചി പറയും. എന്നിട്ട് സച്ചി അങ്ങോട്ടേക്ക് പോകും, വാ എന്ന് പറഞ്ഞിട്ട്, രേവതിയോട് ഇങ്ങനെ വാ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകും. രേവതി അങ്ങോട്ടേക്ക് പോകും. അത് കഴിഞ്ഞതിന് ശേഷം ശ്രുതി ഇങ്ങനെ ആ കവറിൽ ഒന്നും കൂടി ഉണ്ടല്ലോ നോക്കിയിട്ട്, വാ ശ്രുതി ഒന്നും കൂടി ഉണ്ട്, നമുക്ക് റൂമിൽ നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അവനത് എടുത്തുകൊണ്ട് പോകും. പക്ഷേ നമ്മുടെ ചന്ദ്രമതിക്കും ശ്രുതിക്കും അതൊന്നും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ, ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ അതവിടെ കഴിയും. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രമതിയും ഭാമയും കൂടെ ഇങ്ങനെ റോഡിൽ പുറത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചന്ദ്രമതി വിളിച്ചിട്ടാണ് ഭാമ വന്നത്, ഒരു ഐഡിയക്ക് വേണ്ടിയിട്ട്, നമ്മുടെ രേവതിയും സച്ചിയും അവിടുന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട്. അവരങ്ങ് പുറത്താകുന്നുമില്ല, പുറത്താക്കണം, അവരെ കൊണ്ട് ഭയങ്കര പ്രശ്നമാണെന്നൊക്കെ ഇങ്ങനെ ചന്ദ്രമതി ഭാമയോട് പറയും. പക്ഷേ ഭാമി അങ്ങനെയൊന്നുമല്ല കേട്ടോ, നിൻ്റെ മൂത്ത മോനെ കൊണ്ട് പ്രശ്നം ഉണ്ടായിട്ടില്ലേ, അവൻ കള്ളത്തരം പറഞ്ഞിട്ട് പാർക്കിൽ പോയിട്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. രേവതി പാവാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേങ്കിൽ ചന്ദ്രമതി പറയുന്നുണ്ട്, രേവതി നിനക്ക് അറിയാത്തതുകൊണ്ടാണ് അവളെ ഭയങ്കര ഭയങ്കര പഠിച്ച കള്ളിയാണെന്നൊക്കെ ഇങ്ങനെ പറയും. എന്നിട്ട് അവരെങ്ങനെയെങ്കിലും പുറത്താക്കാനുള്ള ഒരു ഐഡിയ പറഞ്ഞതെന്ന് പറയും. അപ്പോൾ ഭാമ പറയും, ഇതിനാണോ നീ എന്നെ വിളിച്ചു വരുത്തത്, ഞാൻ ഭക്ഷണം പോലും കഴിക്കാണ്ട് ഇറങ്ങി വന്നത്, എനിക്ക് വിശക്കുന്നു എന്ന് പറയും. കറക്റ്റ് നമ്മുടെ ശ്രുതിയുടെ റെസ്റ്റോറൻറ്റിൽ അവിടെ എത്തും, വിശക്കുന്നു എന്ന് പറയും, എന്തെങ്കിലും കഴിക്കാമെന്ന് പറയും. ഭാമ വിളിച്ചു കൊണ്ടുപോകും. എന്നിട്ട് ഭക്ഷണം കഴിച്ചാലേ എനിക്ക് ഐഡിയ വരുള്ളൂ എന്നിങ്ങനെ പറയും. എന്നിട്ട് ചന്ദ്രമതിയും ഭാമയും കൂടെ ഉള്ളിലേക്ക് പോകുമ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി ഓർഡർ എടുക്കുന്നതായിരിക്കും വേറൊരാളുടെ അടുത്തുനിന്ന്. എന്നിട്ട് അതൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് തിരിയുമ്പോഴാണ് ഇവർ 2 വരുന്നത് കാണാം. എന്നിട്ട് ശ്രുതി പോയിട്ട് വിളിക്കും. ഇവർ കറക്റ്റ് ശ്രുതിയുടെ ടേബിളിൽ വന്നിരിക്കും. ഓർഡർ എടുക്കാൻ ആരും പോവില്ല. നമ്മുടെ ഓണറാണെങ്കിൽ ഇങ്ങനെ ഓർഡർ എടുക്കുന്നില്ലേ, കസ്റ്റമർ വെയിറ്റിംഗ് ആണ്, ആരെങ്കിലും വന്ന് ഓർഡർ എടുക്കുന്നൊക്കെ ഇങ്ങനെ വിളിച്ചു പോകും. എന്നിട്ട് ഭാമയും പറയും, ഇതെന്താ എത്ര സമയമായി, വേഗം വരാൻ പറയും, വേഗം ഓർഡർ എടുക്കാൻ പറയും എന്നൊക്കെ ഇങ്ങനെ ഭാമയും ഇങ്ങനെ പറയും. എന്നിട്ട് അവസാനം ശ്രുതി ഭയങ്കര ഇങ്ങനെ ഒളിച്ചു കളിയായിരിക്കും, ഇവരെന്തിനാ ഇങ്ങോട്ട് വന്നേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് വീട്ടിൽ ആ പാർക്കിലാണെങ്കിൽ സച്ചിയും വരും, എന്നാൽ എങ്ങനെയെങ്കിലും പണിയെടുത്ത് ജീവിക്കാമെന്ന് പറയുമ്പോൾ ഇത് അമ്മയും വരും എന്നൊക്കെ ഇങ്ങനെ ശ്രുതി പറയും. അത് കഴിഞ്ഞിട്ട് മറ്റേ ശ്രുതിയുടെ ഫ്രണ്ട് എന്നല്ല, അവിടെ വേറൊരു ഓർഡർ എടുക്കാനുള്ള ഒരു പയ്യനുണ്ടായിരുന്നില്ലേ, അവനിങ്ങനെ വരുന്നുണ്ടാവും. അപ്പോൾ പറയും, നീ എനിക്കൊരു ഉപകാരം ചെയ്യണം, ഇതന്നെ എനിക്കറിയാവുന്നവരാണ്, ഇപ്പോൾ ജോലി എടുക്കുന്നത് ഇങ്ങനെ അറിയില്ല, നീ ഇപ്പോഴും അറിയണ്ടെന്ന് പറയും. എന്നിട്ട് നീ ഒരു ഹെൽപ്പ് ചെയ്യണം, നീ പോയിട്ട് അവനൊന്ന് ഓർഡർ എടുക്കുമെന്ന് ഇങ്ങനെ പറയും. അങ്ങനെ അവൻ പോയിട്ട് ഓർഡർ എടുക്കും. ഇതിനായി പകരമായിട്ട് പിന്നെ ഒരു ദിവസം 2 ടേബിളിൽ നിന്ന് ഞാൻ ഓർഡർ എടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവന് ഓർഡർ എടുത്തതിന് ശേഷം പൊരി മസാലയാണ് ഓർഡർ ചെയ്യുക. എന്നിട്ട് കൊണ്ട് കൊടുക്കും. ഐഡിയ പറയാമെന്ന് പറയും. അപ്പോൾ ഭാമ പറയും, ഞാൻ മനസ്സമാധാനത്തിൽ തിന്നോട്ടെ എന്നിട്ട് പറയാമെന്ന് പറയും. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് തിന്നുമ്പോഴാണ് ശ്രുതി പിന്നെയും പുറത്ത് വന്നിട്ടില്ല കേട്ടോ. അതിലിടയ്ക്ക് വാഷ്റൂം പോകുന്നുണ്ട് ഭാമ. പക്ഷേങ്കിൽ ആ സമയത്ത് ഇവൻ ബാത്റൂമിൽ പോയിട്ട് ടോയ്ലറ്റിൽ പോയിട്ട് വിളിക്കും. തമ്മിൽ കാണില്ല ഇതുവരെ. എന്നിട്ട് ഈ ഓണർ പറയും, ശ്രുതി എവിടെ, ശ്രുതി എന്നിങ്ങനെ വിളിക്കും. അപ്പോൾ ചന്ദ്ര ഇങ്ങനെ പ്രൊമോയിൽ കാണുന്ന പോലെ എൻ്റെ മോൻ്റെ പേരുള്ള ഒരുത്തൻ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു എന്നിങ്ങനെ പറയും. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത്. താങ്ക് യു സോ മച്ച്.